നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട ഷഹനാസ് അറസ്റ്റിലായോ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് എഴുത്തുകാരനെതിരെ നടത്തിയ ഈ അനാവശ്യ പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങൾ, അതിന് അദ്ദേഹം കേസ് കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഷഹനാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുപോലെ വീട് വളഞ്ഞ് അല്ലെങ്കിൽ ഹോട്ടൽ മുറി വളഞ്ഞ് ഷഹനാസിനെയും അറസ്റ്റിലായോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. കാരണം പലരും ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് അറസ്റ്റിലായി എന്നാണ്. കാരണം 2 ദിവസം മുന്നേ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. അതിനുശേഷം ഇന്നലെയൊന്നും വലിയ പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ ഷഹനാസ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റായി വന്നിട്ടുണ്ട്. ചിരിച്ച മുഖത്തോടു കൂടി വളരെ ശക്തയായി നിൽക്കുന്ന ഒരു വനിതയെ പോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പോസ്റ്റായിട്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഷഹനാസ്. തൽക്കാലം നിങ്ങളുടെ കമൻറ്റ് കാണാനുള്ള ത്രാണി എനിക്കില്ല എന്ന മട്ടിലായിരിക്കണം. ലൈക്കും ഷെയർസും മാത്രമേ ഉള്ളൂ. കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു വേഷമൊക്കെ ധരിച്ചുകൊണ്ട് ഷഹനാസ് നടക്കുന്നുണ്ട്. എവിടെയൊക്കെയോ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അതിന് MA ഷഹനാസ് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കേരളീയ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായും രണ്ടാമത്തെ രക്തസാക്ഷിയായും കണക്കാക്കപ്പെടുന്നതും സ്ത്രീകളാണ്. ഇന്നും സ്ത്രീകൾ ചിത്രപ്പണികൾ ചെയ്ത മാംസക്കൂനകളാണ് എന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ട്. മുലയ്ക്ക് നികുതി പിരിക്കും എന്ന് പറഞ്ഞ ഒരു കെട്ടകാലത്തിന് എതിരെയാണ് ചേർത്തലയിൽ നങ്ങേലി മുല മുറിച്ച് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ പിടഞ്ഞു വീണ ആ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായത്. അതുപോലെ തന്നെ ശകുന്തള ദേവി മാറുമറയ്ക്കുന്ന വസ്ത്രം സ്വാതന്ത്ര്യത്തിനെതിരെ പ്രതികരിച്ച സവർണരോട് ഏറ്റുമുട്ടി ശകുന്തള ദേവി രക്തസാക്ഷിയായത്. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആർത്തവ രക്തത്തിലാണ് എന്ന് ജൂലിയ എന്ന ഫെമിനിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ലോക വ്യവസ്ഥയ്ക്കുള്ളിൽ സ്ത്രീകൾ ജീവനോടെ അടക്കം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഇന്നുമുണ്ട്. ആദരണീയനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ചരിത്രം എന്ന് പറയുന്നത് ആണധികാരത്തിൻ്റെതാണ്. ആൺകോയ്മ എല്ലാ മേഖലയിലും ഫണം വിടർത്തി ആടുന്ന പാമ്പിനെ പോലെ പുരുഷാധിപത്യമുണ്ട്. ഒരു പീഡകന്റെ ഒരു ഭീഷണിക്ക് മുന്നിലും തോൽക്കാതെ ഇവിടെ തന്നെ ഉണ്ടാകും. ഉറക്കെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് തന്നെ. സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരുത്തൻ്റെയും ഒരു ഭീഷണിക്കും വഴങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ല. സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി ജീവന്റെ അവസാന ശ്വാസം വരെ തന്നെ ഉണ്ടാകും. ഗൈസ്, ഇവിടെ തന്നെ ഉണ്ട്. അതായത് അത് ഒരിടത്തേക്കും ആരും എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പോലീസിന് പോലും വെല്ലുവിളി. അതിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തത്, പോലീസിന് മുന്നിൽ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ, പോലീസ് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിങ്ങനെ പോസ്റ്റും ഇട്ട് ചുമ്മാ അതിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്താണ് എന്ന് കാര്യം തിരക്കാൻ പോലും പോലീസ് വിളിക്കുകയില്ലയോ എന്നറിയില്ല. എന്തായാലും ഇതിനെതിരെയും സമൂഹ മാധ്യമത്തിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഒരു വലിയ ദീർഘമായിട്ടുള്ള ഒരു പോസ്റ്റ് വരികയാണ്. പ്രജീഷ് പ്രേമനാണ് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. എഴുത്തുകാരി എന്ന് സ്വയം പറയുന്ന MA ഷഹനാസിനോടാണ്. നിങ്ങൾ എതിരെ ജാമ്യമില്ലാ വാറണ്ട് വന്നപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് വായിച്ചു. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. പോസ്റ്റിൽ പ്രധാനമായും പറഞ്ഞത് 4 ഉദാഹരണങ്ങളാണ്. ഇതിൽ 4 വിഡ്ഢിത്തമോ നുണയോ ആണെന്നതാണ് ഇതിലെ വസ്തുത. പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും എടുത്തു നോക്കാം. നങ്ങേലി, മുലക്കരം, ആദ്യത്തെ രക്തസാക്ഷി. പൊന്നു ദുരന്തമേ, നങ്ങേലി എന്നത് ഒരു ഫ്ലോക്ക് സ്റ്റോറി മാത്രമാണ്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു എന്ന് മുലമുറിച്ച് പ്രതിഷേധിച്ചു എന്നതിന് ഒന്നും ചരിത്രപരമായ ഒരു തെളിവുമില്ല. അതുമാത്രമല്ല, മുലക്കരം എന്നാൽ തിരുവിതാംകൂർ രാജഭരണ കാലഘട്ടത്തിൽ പണിയെടുക്കാൻ ആരോഗ്യമുള്ള പുരുഷൻ കൊടുക്കേണ്ട നികുതിയെ പറഞ്ഞിരുന്ന പേരാണ് ഈ തലക്കരം. അതുപോലെ സ്ത്രീകൾ നൽകേണ്ട നികുതിയെ പറഞ്ഞിരുന്ന പേര് മുലക്കരം എന്നും. അതായത് ഇപ്പോഴത്തെ ഇൻകം ടാക്സ് പോലെ ഉണ്ടായിരുന്നത്. അല്ലാതെ 19-ാം നൂറ്റാണ്ട് സിനിമയിൽ വിനയൻ പറയുന്നത് പോലെ മുലകളുടെ വലിപ്പം അനുസരിച്ചോ അല്ലെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടിയോ നൽകേണ്ടി വരുന്ന നികുതി അല്ല. ആ വിനയന്റെ സിനിമ ഒക്കെ ഈ റെഫറൻസായി എടുക്കുന്നവരുടെ ബോധം സമ്മതിക്കണം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്, ശകുന്തള ദേവി, മാറുമറയ്ക്കാൻ സമരം. കേരളത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. ഞങ്ങളൊക്കെ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചാന്നാർ ലഹളയായിരുന്നു അത്. എന്നാൽ ശകുന്തള ദേവി എന്ന പേരിലുള്ള ഒരാൾ ഈ സമരത്തിൽ രക്തസാക്ഷിയായി എന്ന ചരിത്രരേഖകൾ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ അറിയാവുന്ന പ്രശസ്തയായ ശകുന്തള ദേവി ഇന്ത്യയിലെ ഒരു ഗണിത ശാസ്ത്രജ്ഞയാണ്. വിനയന്റെ അപരാധ പടങ്ങളൊക്കെ കണ്ട നേരം ആമസോൺ പ്രൈം ഓപ്പൺ ചെയ്ത് വിദ്യാ ബാലൻ അഭിനയിച്ച ശകുന്തള ദേവി എന്ന സിനിമ കണ്ടിരുന്നുവെങ്കിൽ അല്പം വെളിവ് വന്നേനെ.
3. മനുഷ്യരാശിയുടെ ചരിത്രം ആരംഭിച്ചത് ആർത്തവ രക്തത്തിൽ നിന്നാണെന്ന് ജൂലിയ എന്ന ഫെമിനിസ്റ്റ്. ആർത്തവം വരുന്ന സ്ത്രീകളെ പ്രസവിക്കൂ എന്നത് 9ാം ക്ലാസ്സിലെ ബയോളജി പഠിച്ച ഏതൊരാൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഏത് ജൂലിയാണ്, ഏത് ബുക്കിലാണ് ഇത് പറഞ്ഞത്? നിങ്ങൾ ഉദ്ദേശിച്ചത് ജൂലിയ ക്രിസ്റ്റീവ എന്ന ഫെമിനിസ്റ്റ് ചിന്തകയാണോ? അവരുടെ പ്രധാന ചിന്തകളെല്ലാം പറഞ്ഞിട്ടുള്ളത് പവർ ഓഫ് ഹൊറർ എന്ന കൃതിയിലാണ്. ആ ബുക്കിലോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ബുക്കിലോ ഈ പറഞ്ഞ വാക്കുകൾ എഴുതി വെച്ചതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. 4. ചരിത്രം ആണധികാരത്തിൻ്റെതാണ്. മഹാത്മാഗാന്ധി. ആർ യു സീരിയസ്ലി പിന്നിങ് ദ ഫേക്ക് കോട്ട് ഓൺ ഗാന്ധി? ഹിസ് എൻട്രി ബോഡി ഓഫ് വർക്ക് ഈസ് അച്ചീവ്ഡ് ഇൻ പബ്ലിക് ഡൊമൈൻ. Fabricating statement to suit your narrative is beyond pathetic. ഈ ലോകം പുരുഷ കേന്ദ്രീകൃതമാണെന്നും ഗാന്ധിജി സ്ത്രീ അവകാശികളെ പിന്തുണച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. എന്നാൽ ചരിത്രം ആണധികാരത്തിൻ്റെതാണ് എന്ന വാചകം അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു പ്രസ്താവനയിലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഏതൊരു ബോധവും ഇല്ലാതെ പച്ചക്കള്ളവും വിഡ്ഢിത്തരവും മാത്രം വിളമ്പുന്ന ഇവരൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സാഹിത്യ സമിതിയിൽ എത്തിപ്പറ്റിയത് എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും ഈ MA ഷഹനാസ് എഴുതിക്കുന്ന പോസ്റ്റിന് രൂക്ഷ വിമർശനമാണ് കിട്ടിയിരിക്കുന്നത്. അതിനെതിരെ വരുന്ന അതായത് ഈ ഒരു കമൻറ്റ് ഈ ഒരു പോസ്റ്റിന് താഴെയാണ് പറയുന്നത്. ഇനി മറ്റൊന്ന്, ചരിത്രം മാത്രമല്ല, ഇന്നും ലോകം ആണധികാരത്തിന് തന്നെയാണ്. അത് മാറണം, അതായിരിക്കണം ഫെമിനിസം. അല്ലാതെ ആണധികാരത്തെ അംഗീകരിച്ച് അതല്ലാതെ പെണ്ണ് ആണിനെ അനുകരിച്ചും ആണിനെ പോലെ ആണിൻ്റെ ക്വാളിറ്റികൾ സ്വായത്തമാക്കിയും അപ്പർ ലിവർ വളർത്തി അത് പ്ലഗ് ചെയ്ത് ആണായി തീർത്ത് KR മീരയെ പോലെ മീശ നാട്ടുകാർ അറിയുന്ന പരുവത്തിൽ പ്രായമാവുമ്പോൾ ആവുക അല്ല ഫെമിനിസം. അത് ഫെമിനിച്ചി പാവാടയിസം ആണ്. ആ ഫെമിനിസ്റ്റുകളെ പാവാടകളെ ആക്രമിക്കാൻ ടോക്സിക് മാസ്കുലിൻ ആവുന്നത് എൻ്റെ അവകാശം. പെണ്ണിസം പറയുമ്പോൾ അത് ആൺകോയ്മ അടിച്ചമർത്താതെ നോക്കുകയും പെണ്ണിസം ആൺകോയ്മയുടെ അളവുകോൽ വെച്ച് അല്ല അളക്കേണ്ടത്. അത് ഫെമിനിസത്തിന്റെ പ്രത്യേക അളവുകോൽ വെച്ച് മാത്രമേ അളക്കാവൂ. അത് ആൺകോയ്മയുടെ അളവുകോലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നുമുള്ള ബോധ്യം. സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾ പാവാടകളോ ഫെമിനിസ്റ്റുകളോ അല്ല പറയുകയും ആണിന്റെ ചിന്തകളെ പോലെ തന്നെ പെണ്ണിന്റെ ഇമോഷണൽ ചിന്തകളെ ഒട്ടും കുറയാത്ത പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ എടുത്തു പറയുന്നതുമാവണം ഫെമിനിസം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അത് ശരി തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോസ്റ്റുകൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസുകാരന്മാരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തേക്കും പോയിട്ടില്ല, നീയൊക്കെ ഇനി എത്ര ജാമ്യമില്ലാ വകുപ്പിട്ടാലും ഞാൻ ഒരിടത്തും പോകത്തുമില്ല എന്നുള്ള ഒരു നീക്കമാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും കമൻറ്റ് ബോക്സ് ഓണാക്കാനുള്ള ധൈര്യം ഏതായാലും ഷഹനാസ് താത്തയ്ക്ക് ഇല്ലെന്നാണ് പലരും പറയുന്നത്.